ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കണം. നമ്മളെ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വയ്യായികയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോക്കും ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനുള്ള പോക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്കൊരു ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ കുട്ടി ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോങ് വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തരണം. നമുക്കൊരു 2000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു 3 പേർക്ക് ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പണിയിലേക്ക് കിടക്കുക. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടിച്ചിട്ട് നല്ല വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് കുഴമ്പ് പോലെ ആക്കിയിട്ട് പിന്നെ കടുകും പച്ചമുളകും ഇട്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ അച്ചാറാട്ടോ കൂട്ടി കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തിൻ്റെ കൂടെ അച്ചാർ പോകും കേട്ടോ. എനിക്ക് ദോശയുടെ കൂടെ അച്ചാർ പോകും, കപ്പയുടെ കൂടെ അച്ചാർ പോകും, ഉപ്പുമാവിൻ്റെ കൂടെ അച്ചാർ പോകും, എന്ത് കിട്ടിയാലും അച്ചാർ പോകട്ടെ. ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ പോയിട്ട് വേണം എനിക്ക് ബാക്കി മല്ലി, മുളക്, മഞ്ഞളൊക്കെ കഴുകിയിടാൻ. അപ്പോൾ ഇവിടെ വരെ എത്തിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ചായ കുടിച്ചു. ഇരുന്നും കിടന്നൊക്കെ ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം അപ്പം ഞാൻ എന്ത് ചെയ്തു, ചായ കുടിക്കാനിരിക്കുമ്പോൾ ചോറ് അടുപ്പത്തുണ്ട്, പരിപ്പും കുക്കറിലിട്ടിട്ടാണ് ഞാൻ വന്നിരുന്ന് ചായ കുടിച്ചത് കേട്ടോ. അങ്ങനെ തന്നെ ഗ്രില്ലൊക്കെ അടച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അരി അങ്ങോട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരി വെന്തപ്പോൾ ഇനി അത് വാർക്കാൻ ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തിളയും കൂടെ തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സാമ്പാർ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നൊക്കെ ഒരു ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ ഒരു കറി വെക്കാൻ വേണ്ടി ഓടണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അരി വാർക്കാൻ വേണ്ടി പോയി. അരി വാർത്ത് തിരിച്ച് കൊണ്ടുവന്ന് നമ്മളവിടെ വെച്ചതിന് ശേഷം പിന്നെ പച്ചക്കറികളൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും മത്തങ്ങയുടെ ഒക്കെ തൊലി കളഞ്ഞ്, കുമ്പളങ്ങ ഞാൻ നേരത്തെ തന്നെ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തൊലി കളയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞു. പിന്നെ കുറച്ച് ബീൻസും കൊത്തമരയും ഉണ്ടായിരുന്നു, അതുകൂടെ എടുത്തു. പിന്നെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് മാഷ് വന്നിട്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ ഭാര്യമാരല്ലേ ഭർത്താക്കന്മാരെ ചൊറിയുക, ഇത് നേരെ വിപരീതമാണ്. ഭർത്താവ് വന്നൊരു ഭാര്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിനെ പറഞ്ഞയച്ചു, നിങ്ങൾ മര്യാദയ്ക്ക് പോയിക്കില്ല, എൻ്റെ പണി ഇവിടെ നടക്കില്ല ഇവിടെ നിന്ന് ചൊറിഞ്ഞിട്ട്. അങ്ങനെ പരിപ്പ് നമ്മൾ പകുതി വെന്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ പച്ചക്കറികൾ മത്തനും കുമ്പളങ്ങയും ക്യാരറ്റും ബീൻസും കൊത്തമരയും തക്കാളി, ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ട് അതിനിടയ്ക്ക് അത് അടച്ചപ്പോഴാണ് തക്കാളി ഇടാൻ മറന്നത് കേട്ടോ. അപ്പം പിന്നെ അത് സ്റ്റൗവ് നമ്മൾ ഓണാക്കിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ തക്കാളിയും കൂടെ മുറിച്ച് അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് കുക്കർ അടച്ചിട്ട് അതൊന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടോ. എന്നിട്ട് നേരെ പോയത് നമ്മുടെ മല്ലിയും നമ്മുടെ മഞ്ഞളും കൂടെ കഴുകാനാണ് കേട്ടോ. മുളക് ഞാൻ എന്ത് ചെയ്തു, തലേ ദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കഴുകി നടക്കില്ല. ഇവിടെ എന്താണെന്നറിയാം, ഈ കുരങ്ങന്മാരെ നോക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയും അവിടെ വെയിലത്തിടാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പെറുക്കി എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. മുളകും മഞ്ഞളും എടുക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ തന്നെ വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും കടുകും വറ്റൽമുളകും ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി. എന്നിട്ട് അതിനകത്തോട് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണം വെന്തയിലേക്ക് അതും കൂടെ ഒഴിച്ചിട്ടു. അപ്പോൾ നമ്മുടെ കുക്കർ ഇച്ചിരി നിറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി കൂടുതലാണ് സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് പിന്നെ അതൊന്ന് നല്ല തിളപ്പിച്ചതിന് ശേഷം കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ സാമ്പാർ റെഡിയായപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, ഇവിടെ അമ്മയ്ക്ക് 2 ദിവസം മുമ്പ് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതല്ലേ. അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് ഇച്ചിരി കുറവുണ്ട്, പിന്നെ സോഡിയം ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ എന്ത് ചെയ്തു, കപ്പ കഴിച്ചതല്ലേ. അപ്പോൾ അപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് അടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഈത്തപ്പഴവും കറുത്ത മുന്തിരിയും വാൽനട്ടും ബദാമും ഒക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ബദാമിൻ്റെയും വാൽനട്ടിൻ്റെ തൊലിയൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിന് വേണ്ടിയിട്ടുള്ള സമയം മാത്രമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ തൊലിയൊക്കെ കളഞ്ഞിട്ട് അമ്മ അവിടെ നമ്മുടെ ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് അമ്മ ഇവിടെ അടുക്കളയിൽ കൊടുത്തു. അമ്മയ്ക്ക് നടക്കുമ്പോഴൊക്കെ ഒരു ബാലൻസ് തെറ്റുന്ന പോലെ ഇയർ ബാലൻസ് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സോഡിയം കുറഞ്ഞതിൻ്റെ തലകറക്കമുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ശരിയാവുന്നുള്ളൂ. നടക്കുമ്പോഴൊക്കെ ഒരു ബാലൻസ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ജ്യൂസ് റെഡിയാക്കി
കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം അമ്മയെ വിളിച്ചു കേട്ടോ. അമ്മയെ വിളിച്ചിട്ട് അമ്മ പോയി കിടന്നതായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി വിളിക്കുക. എപ്പോൾ തന്നെ കണ്ടില്ല നടക്കുമ്പോൾ ഒരു ബാലൻസ് ഒരു ബലം കിട്ടാത്ത പോലെ കേട്ടോ. സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷേ ആൾ സ്റ്റിക്ക് അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കില്ല. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ടേബിൾ മേൽ ജ്യൂസ് വെച്ചതിന് ശേഷം അമ്മ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ മാഷിനും കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടാളും അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും അടുക്കളയിൽ തന്നെ കയറി. കാരണം എന്താ വെച്ചാൽ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അപ്പോൾ പച്ച പയറില്ലേ നമ്മുടെ, ആ പയറെടുത്ത് റെഡിയാക്കാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെറും എന്താണ് നമ്മുടെ പയറും ഈ പച്ച വെളിച്ചെണ്ണയിൽ നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് വെറുതെ ഒന്ന് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എനിക്കിതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തനും പച്ചപ്പയറും കൂടെ അങ്ങനെ മെഴുക്കുവരട്ടി രൂപത്തിലാക്കാൻ, കടുകൊന്നും പൊട്ടിക്കാതെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ മത്തൻ ഞാൻ സാമ്പാറിലേക്ക് എടുത്തു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ പച്ചപ്പയറിനെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പച്ചമുളകൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മല്ലി മുളകൊക്കെ മഞ്ഞളൊക്കെ ഒന്ന് വെള്ളം വാർന്ന് കിട്ടണം. പിന്നെ കുരങ്ങന്മാർ അവിടുന്ന് പോകും വേണം, എന്നിട്ട് വേണം മേളിലോട്ട് പോകാനിച്ചിട്ടാണ് കേട്ടോ. ആ സാധനങ്ങളാണെങ്കിൽ പോയത് പിന്നെയും വരും. നമ്മളെന്തെങ്കിലും മേളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളകും മഞ്ഞളും ഒഴികെ മല്ലി ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കും. നല്ല അരിമണി കുറിക്കുന്ന പോലെ കുറിച്ചുകൊണ്ടിരിക്കും. ഇവർ കഴിക്കുന്നത് മാത്രമല്ല താഴെ ഇട്ട് നശിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ ഞാനും മാഷും കൂടെ മേളിൽ പോയി. മാഷിനെയും വിളിച്ചിട്ട് പോയി. എന്നാൽ മേളിലാണെങ്കിൽ നല്ല വെയിലാട്ടോ. മാഷ് ചെരുപ്പിട്ടിട്ടില്ലേ, ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ പിടിക്കുക. അപ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് ഇത്രയും ചെയ്തു തരുന്നൊരു ഭർത്താവിന് നിനക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ദുബായിക്കാരൻ വന്നതല്ലേ, കുറച്ച് പണിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മുളകൊക്കെ പരത്തൽ കഴിഞ്ഞു. പിന്നെ മഞ്ഞളും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് രാത്രിയിലാണ് കഴുകിയത്. അത് കാരണം കൊണ്ടാണ് അതിൽ വെള്ളം കാണാത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ, മല്ലി ഉണക്കാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പർ സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ലിങ്ക്, ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ഇത് ലിങ്ക് ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഇടാം. അതിനകത്തോട്ടൊരു 3 കിലോ മല്ലി വരെയൊക്കെ നമുക്ക് അതിനകത്തോട്ട് വിരിച്ചിടാൻ പറ്റും കേട്ടോ. സൂപ്പർ സാധനമാണ്. ചെറിയ കരിയിലകളോ പൊടികളോ ഒന്നും അതിനകത്തോട്ട് പോവില്ല. നമുക്ക് അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഒരു കവർ പോലെ ആക്കിയിട്ട് അകത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് അത് പരത്തി വെയിലത്തിടുകയും ചെയ്യാം കേട്ടോ. നല്ല വെയിൽ. എന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയതായിരുന്നേ, വീണ്ടും കുരങ്ങന്മാർ മേളിലോട്ട് തന്നെ വന്നപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ ഓടിയിട്ടാണ്. വീണ്ടും പോയി കുറച്ച് നേരം അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. വീണ്ടും പോവുകയാണ്. പിന്നെ കുരങ്ങന്മാർ വീണ്ടും പോയപ്പോഴാണ് നമ്മൾ വീണ്ടും താഴേക്ക് തന്നെ വന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്കും 2 മണിയായി ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അച്ചാറും നമ്മുടെ മെഴുക്കുവരട്ടി സാമ്പാറും പിന്നെ മാഷിന് മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനും ചോറിനാൻ പോകും.